ഇനി കായിക കേരളത്തിലേറെ സംഭാവന നൽകിയ ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. കായിക കേരളത്തിന്റെ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച പരിശീലകനാണ് ഇന്നലെ അന്തരിച്ച SS കൈമൾ. 11 ഒളിമ്പ്യന്മാർ അദ്ദേഹത്തിന് ശിഷ്യരായുണ്ട്. കൈമളിന് കീഴിൽ പരിശീലിച്ച 9 പേർ അർജുന, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ജേതാക്കളാണ്. യൂണിവേഴ്സിറ്റി ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഞങ്ങളൊരു സ്വന്തം വീട് പോലെയാണ്. സാറ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചൂടുവെള്ളം കൊണ്ട് തരിക, കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസമൊന്നും സാറിനില്ല. അത്ലറ്റുകൾക്ക് പരിശീലകൻ മാത്രമല്ല, ഒരു കുടുംബാംഗം കൂടിയായിരുന്നു പ്രിയപ്പെട്ട കൈമൾ മാഷ്. പരിശീലന രീതികളും നിരീക്ഷണവും പെട്ടെന്നുള്ള തീരുമാനങ്ങളും SN കൈമൾ എന്ന KN ശിവശങ്കര കൈമളിനെ എന്നും വ്യത്യസ്തനാക്കി. 1970 മുതൽ 2003 വരെ കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് ടീം പരിശീലകനായിരുന്നു. സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിന്റെ മേധാവിയായി 1ഉം 2ഉം തവണയല്ല 21 തവണയാണ് കൈമൾ സാറിന്റെ കാലത്ത് കാലിക്കറ്റ് സർവകലാശാല അന്തർ സർവകലാശാല ചാമ്പ്യന്മാരായത്. സാറ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി കുട്ടികൾ 74 മുതലുള്ള സാറിന്റെ ബാച്ച്. PT ഉഷയും മേഴ്സിക്കുട്ടനും അഞ്ജു ബോബി ജോർജും കൈമൾ സാറിന്റെ കീഴിൽ വളർന്നവർ. 11 പേർ ആ പരിശീലന മികവിൽ ഒളിമ്പ്യന്മാരായി. ശിഷ്യന്മാരിൽ 9 പേർ അർജുന, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരങ്ങൾ നേടി. എറണാകുളത്തെ മകന്റെ വീട്ടിൽ ഇന്നലെയാണ് കായിക കേരളത്തിന്റെ ആചാര്യൻ കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.